ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയ്ക്ക് മാതൃകയായി കേരള ബാങ്കിൻ്റെ നടപടി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തം പേറുന്നവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകി വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമായത്. സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ബാങ്ക് എടുത്തത്. ദുരന്തം ഉണ്ടായ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ കേരള ബാങ്ക് നൽകിയിരുന്നു. ബാങ്കിലെ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സ്വമേധയാ തീരുമാനിച്ചിട്ടുള്ള വിവരം കേരള ബാങ്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തീരുമാനവും. എത്ര രൂപയാണ് എഴുതി തള്ളുന്നതെന്ന വിവരം ബാങ്ക് അടുത്ത ദിവസം പുറത്തുവിടും. 29 കോടിയോളം രൂപയാണ് വായ്പ ഇനത്തിൽ ബാങ്ക് എഴുതി തള്ളുന്നതെന്നാണ് ലഭ്യമായ വിവരം. മരണപ്പെട്ടവരുടെ വായ്പകളാണ് ഇപ്പോൾ എഴുതി തള്ളുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്ന വായ്പക്കാരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് കേരള ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സഹായങ്ങൾ ആദ്യ ദിനം മുതൽ വയനാട്ടിൽ ലഭ്യമാക്കി തുടങ്ങിയിരുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളിലെ ജീവനക്കാർ 2 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. അതിന് പിന്നാലെ ബാങ്കുകളും തങ്ങളുടെ സഹായങ്ങളും വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി നൽകി. ഇക്കാര്യത്തിൽ നിയമപരമായ അനുമതിയും സഹകരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രജിസ്ട്രാർ നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി താൽക്കാലിക ബെയിലി പാലം നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ സൈന്യത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ജൂലൈ 30 ചൊവ്വാഴ്ച രാവിലെ ദുരന്ത വിവരം അറിഞ്ഞ് ഉടൻ പുറപ്പെട്ട വിദഗ്ധരായ തൊഴിലാളികളും എഞ്ചിനീയർമാരുമായി 80 പേരും 3 മണ്ണുമാന്തി യന്ത്രവും വാഹനങ്ങളും ദുരന്തമുഖത്ത് പ്രവർത്തിച്ചു വരുന്നു. രക്ഷാദൗത്യത്തിനാവശ്യമായ ഉപകരണങ്ങൾ, കട്ടിംഗ് മെഷീനുകൾ, ഭക്ഷണം, വസ്ത്രം തുടങ്ങി വിവിധ തരം സഹായങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ എത്തിക്കുവാൻ സൊസൈറ്റിക്ക് കഴിഞ്ഞു. കുത്തിയൊലിച്ചിരുന്ന വെള്ളത്തിൽ വലിയ എക്സ്കവേറ്റർ പ്രവർത്തിപ്പിച്ച് ആപൽക്കരമായ ദൗത്യമാണ് ഊരാളുങ്കൽ സൊസൈറ്റി അവിടെ നിർവഹിച്ചത്. അട്ടമലയിൽ ഇന്നും സൊസൈറ്റിയുടെ സംഘം പ്രവർത്തനം നടത്തുന്നുണ്ട്. പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, സൈന്യം എന്നിവരടക്കം 300 രക്ഷാപ്രവർത്തകർക്ക് പ്രാതലും ഉച്ചഭക്ഷണവും സൊസൈറ്റി ആദ്യ ദിവസങ്ങളിൽ ലഭ്യമാക്കി. കേരളത്തിലെവിടെയും ജനങ്ങൾ പ്രയാസം നേരിടുമ്പോഴും മുൻപുണ്ടായ പ്രളയകാലത്തും എല്ലാം തന്നെ സഹായവുമായി എത്തിച്ചേർന്ന് ഇടപെട്ടുകൊണ്ട് നാടിനെ സംരക്ഷിക്കാൻ സഹകരണ മേഖലയുണ്ട് എന്നുള്ളത് നമ്മുടെ നാടിന് ആശ്വാസവും അഭിമാനകരവുമാണ്.